തൃശൂർ ദേശമംഗലത്ത് തെരുവുനായ ആക്രമണം 6 പേർക്ക് കടിയേറ്റു. കാട്ടൂർക്കാവ് സ്വദേശി കുഞ്ചു നായർ, കൊല്ലേരിപ്പടി സ്വദേശികളായ മണികണ്ഠൻ, മകൻ കണ്ണൻ, വേലായുധൻ, മകൻ കുട്ടൻ, ഭാര്യ വനജ എന്നിവർക്കാണ് കടിയേറ്റത്. നിരവധി വളർത്തുമൃഗങ്ങൾക്കും കടിയേറ്റിട്ടുണ്ട്. പ്രശ്നമായ രൂക്ഷമായിരിക്കുന്നത് അധികാരികൾ അതിനെതിരെ കണ്ണു തുറക്കുക തന്നെ വേണം. രാജേഷ് ശ്രീനിവാസനാണ് വിവരങ്ങളുമായി ചേരുന്നത്. രാജേഷ്, വിവരങ്ങൾ എങ്ങനെയാണ്? കാളിദാസൻ, ഈ ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡ് ഉൾപ്പെടെയുള്ള സ്ഥലത്താണ് ഈ തെരുവുനായ ആക്രമണത്തിൽ 6 പേർക്ക് പരിക്കേറ്റിട്ടുള്ളത്. ഇന്നലെ വൈകിട്ടോടെയായിരുന്നു ആദ്യ തെരുവുനായ ആക്രമണം ഉണ്ടാകുന്നത്. കാട്ടൂർക്കാവ് സ്വദേശി കുഞ്ചൻ നായർക്കാണ് ഇതുപോലെ ആദ്യം ഈ തെരുവുനായയുടെ കടിയേൽക്കുന്നത്. പിന്നീട് കൊല്ലേരിപ്പള്ളി സ്വദേശികളായ മണികണ്ഠൻ, അതുപോലെ തന്നെ മകൻ കണ്ണൻ, വേലായുധൻ, മകനായിട്ടുള്ള കുട്ടൻ, ഭാര്യ വനജ എന്നിവർക്കാണ് കടിയേറ്റിട്ടുള്ളത്. ഈ തെരുവുനായ ആക്രമണത്തിൽ 6 പേർക്ക് കടിയേറ്റിട്ടുണ്ട്. അതിന് പിന്നാലെ ഈ പ്രദേശത്തെ ചില വളർത്തു മൃഗങ്ങളെയും ഈ തെരുവുനായ ആക്രമിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ 6 പേരും ഒരു നിലവിലെ അല്ലെങ്കിൽ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് എന്നതാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഇന്നലെ വൈകിട്ടോടെയും ഇന്ന് പുലർച്ചെയോടെയും ഉണ്ടായ ഈ തെരുവുനായ ആക്രമണത്തിലാണ് 6 പേർക്ക് പരിക്കേറ്റിട്ടുള്ളത്. ഈ നായ്ക്ക് പേവിഷബാധ ഉണ്ടെന്ന സംശയത്തിലാണ് നിലവിൽ ഇപ്പോൾ പഞ്ചായത്ത്. അതേസമയം തന്നെ നിരന്തര പരാതി നൽകിയിട്ടും വേണ്ട വിധത്തിലുള്ള നടപടി സ്വീകരിച്ചില്ലെന്നാണ് നിലവിൽ ഇപ്പോൾ മൻസൂർ എന്ന നാട്ടുകാരൻ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും 6 പേർക്കാണ് നിലവിൽ ഇപ്പോൾ തെരുവുനായയുടെ കടിയേറ്റിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രദേശത്തെ വിവിധ ഇടങ്ങളിലെ വളർത്തു നായക്കും ഇതുപോലെ തന്നെ കടിയേറ്റിട്ടുണ്ട്. ചില ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിച്ച യാത്രക്കാർക്ക് നേരെയും തെരുവുനായ പാഞ്ഞെടുക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നിരന്തര പരാതി നൽകിയിട്ടും വേണ്ട വിധത്തിലുള്ള ഒരു നടപടി സ്വീകരിച്ചില്ല എന്നതാണ് നാട്ടുകാർ അടക്കമുള്ള ആളുകളുടെ പരാതി. എന്നാലും 6 പേർക്ക് കടിയേറ്റിട്ടുണ്ട്. ഇവരെല്ലാം നിലവിലെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് എന്നതാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതേസമയം തന്നെ തെരുവുനായ്ക്ക് പേവിഷബാധ ഏറ്റിട്ടുണ്ടോ എന്നതിലേക്കുള്ള ഒരു സംശയവും ഇപ്പോൾ നാട്ടുകാർ പ്രകടമാക്കുന്നുണ്ട്. കാളിദാസ്. രാജേഷ് ശ്രീനിവാസനാണ് വിവരങ്ങൾ നൽകിയത്.